ഹലോ അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ നമ്മളൊരു കസിൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മെറ്റീരിയൽ എടുത്ത് ഷോളിന് വർക്ക് ഉണ്ടാവില്ല, പൊതുവെ വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ തന്നെ വർക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്യാഷാണ്, നല്ല ചിലവ് വരും. അപ്പം നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സ്കാലപ്പ് കൊടുക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്യാൻവാസ് എടുത്ത് അതിനകത്ത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അളന്ന് എടുത്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചധികം തന്നെ ഈ ഒരു സംഭവത്തുമ്പോൾ ഞാൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ചുരുക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ ഹായൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞ്, അതായത് നമ്മൾ ആ ഒരു സ്കാലപ്പിനുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല. ഞാൻ യൂട്യൂബിൽ മാറി നോക്കി എടുത്ത ഒരു സാധനമാണ്. പേര് പോലിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല. പിന്നെ നമ്മളെ ഈ ഒരു ഷോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ ഒരു സിൽക്കി ഗോൾഡൻ ആ ഒരു ടൈപ്പാണ്. അപ്പം ഇത് നമ്മൾ കയ്യിൽ പിടിച്ചാൽ കിട്ടൂല, അങ്ങനെ ഒഴുകി പോകുന്ന ടൈപ്പ് ഒരു ക്ലോത്താണ്. അപ്പോൾ അതിൻ്റെ മേലെ ഞാൻ ഈ ഒരു സംഭവം വെച്ചിട്ട് കുറച്ച് കട്ടുകൾ, അതായത് സാരി തന്നെ നമ്മളൊരു 3-4 മടക്കായിട്ട് വെച്ച് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് ഇസ്തിരിയിട്ട് ഒട്ടിപ്പിക്കുകയാണ് ഞാൻ ചെയ്യണത്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പം അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് ഞാൻ ചെയ്തിട്ട് അതിങ്ങനെ എടുക്കുമ്പം ഈ ഒരു ഷോളുമേൽ ആ ഒരു ക്യാൻവാസ് ഒട്ടിപ്പിടിക്കും. അതാണ് നമ്മളൊരു മൈൻഡിൽ വരുന്നത്. അപ്പം അത് ക്യാൻവാസ് ഒട്ടിപ്പിടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ വളരെ ആകാംക്ഷയോടെ സംഭവം എടുത്തു നോക്കിയപ്പം അത് നേരെ സാരിമേലാണ് ഒട്ടിപ്പിടിച്ചത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. പിന്നെ വീണ്ടും രണ്ടാമത് ഞാൻ അതിന്മേൽ തന്നെ സാധനം വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും ആ ഒരു ക്യാൻവാസ് അതിന്മേൽ തന്നെ വെച്ചിട്ട് ഇപ്പം ഉമ്മച്ചി വന്നുകൊണ്ട് ഓരോ ഇത് പറയുന്നുണ്ട്, അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്, അത് അങ്ങനെയല്ലേ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അവസാനം ആ ഒരു ക്യാൻവാസ് വീണ്ടും അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാരി ഒരൊറ്റ ഇതിൽ തന്നെ വെച്ചുകൊണ്ട് വീണ്ടും നമ്മളൊന്ന് ഇസ്തിരിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ അത് എടുത്ത് വീണ്ടും നോക്കിയപ്പം ഇതാണ് അവസ്ഥ. ആ സാരിമേലാണ് ഈ ഒരു ക്യാൻവാസ് ഒട്ടിപ്പിടിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ആ ഒരു ക്യാൻവാസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വെച്ചതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അത് തല തിരിച്ച് വീണ്ടും വെച്ച്, അതായത് നമ്മൾ നോർമൽ വെച്ചതിൻ്റെ നേരെ മറ്റേ ഭാഗമാണ് പിന്നെ അതിമ വെച്ചത്. അങ്ങനെ വീണ്ടും ഈ സാരി വെച്ചിട്ട് വീണ്ടും ഒന്ന് ഹീറ്റാക്കി കൊടുത്ത്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഒരു സൈഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം മൊത്തത്തിൽ വെച്ചെങ്ങാണ്ട് ഫ്ലോപ്പായിട്ട് പിന്നെ വെറുതെ ചമപ്പിക്കൊണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അത് നോക്കിയപ്പം അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ അതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് ഇസ്തിരിയിട്ട് അപ്പം ഫുള്ളായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോൺ ചെയിൻ, ബീഡ് ചെയിൻ ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ അത് സംഭവം സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഇത് രണ്ടും വെച്ചു. പക്ഷേ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് റെഡിയാക്കിയ ക്യാൻവാസ് ഇതിനകത്ത് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു ക്ലോത്തിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു സംഭവം ഇതിന് റെഡിയായി നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ബീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്ത് ഈ ഒരു ചെറിയ കുഞ്ഞ് കട്ട് ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്ത്. എനിക്ക് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഈ ഒരു എൻഡിൽ വരുന്ന ആ ഒരു ചെറിയ പോർഷൻ അതിങ്ങനെ കട്ട് ചെയ്തെങ്ങാണ്ട് ഈ ഒരു ലെവലിൽ തന്നെ നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്ത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇയറിങ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. അതായത് നമുക്ക് ലേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ലേസ് കുറച്ച് ബീഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇയറിങ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ബീഡ് ചെയിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റോൺ ചെയിനാണ് വെക്കുന്നത്. സ്റ്റോൺ ചെയിനും ഇതേപോലെ തന്നെ കുഞ്ഞിതാക്കി കട്ട് ചെയ്ത് കണ്ടാണ് വെക്കുന്നത്. പിന്നെ അത്രയൊക്കെ തന്നെ. അപ്പം അതും നമ്മൾ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഈ കുഞ്ഞ് നമ്മൾ എണ്ണ നോക്കണം, കാരണം അത്രയും ടൈം എടുക്കും ഈ ഒരു സംഭവം ചെയ്യാൻ. സ്റ്റോൺ ചെയിൻ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ മൊത്തത്തിൽ വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മളത് ഹീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാൻ കഴിയൂല. ഇതുപോലൊരു ഹീറ്റർ വെച്ചിട്ട് അതിങ്ങനെ ചൂടാക്കിങ്ങാണ്ട് ആ ഒരു ലെവലിന് കട്ട് ചെയ്ത് കളയുക ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, പെട്ടെന്ന് കഴിയും പരിപാടി. അപ്പം അത് എനിക്ക് നമ്മൾ ക്യാമറ പിടിക്കാൻ ആരില്ലാത്തതും കൊണ്ട് എനിക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ ഒരു ലെവലിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുക. അപ്പം ഫൈനലായിട്ട് ഇതേപോലെ വരും. ഇട്ടപ്പം ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഇതിമേ കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. പിന്നെ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുള്ളൂ അല്ലേ? അതെ.
അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റേതായ ഫാൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ടാറ്റാ.